അമ്മ അതെ എങ്ങനെയാലും രക്ഷിക്കണം സാറേ. എന്റെ പുറകെ വരെ നിങ്ങൾ എന്താണ് എന്നെ പേരായിട്ടിട്ട് ഓട്ടിക്കുന്നത്? ഞങ്ങള് പേരല്ലെന്ന്, ഞങ്ങൾ ഡ്യൂട്ടിക്കിട്ട് അങ്ങനെ 2 പോലീസുകാരാണ്. രാവിലെ പോലും ഉറക്കണിട്ട് ഓടാത്ത ആളാണ് ഞാൻ. എന്നെ 3 കിലോമീറ്റർ ഇട്ട് ഓടിക്കുന്നു. എന്താ കേസ്? അവിടെ നിൽക്കടാ. എന്ത് അവിടെ നിൽക്കടാ സാറേ? ഒന്ന് പറഞ്ഞ് റെഡിയാക്കൂ. അല്ല എന്താണ് കേസ്? എന്താണെന്ന് പറയും. ഇവനെ ആ ഇരിക്കുന്ന ചാക്കോച്ചനെ ഏറ്റവും കൂടുതൽ ട്രോളുന്ന ആളാണ് അവൻ. അല്ല, ഞാൻ ചാക്കോച്ചന്റെ വലിയൊരു ഫാനാണ്. അപ്പൊ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ഇടയ്ക്കൊന്ന് ട്രോളുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ചാക്കോച്ച? കുഴപ്പമുണ്ട് ഇല്ലെന്ന്. ഫാനായിട്ടുള്ള ആൾക്കാർ ട്രോളു ചെറുതായിട്ട് തമാശയ്ക്ക് വേണ്ടി ട്രോളുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, ചാക്കോച്ചിന്റെ ഫാൻസ് ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. താൻ എങ്ങനെയാണോ ചെയ്യുന്നത്? താൻ എന്തിനാണ് ചാക്കോച്ചിനെ മാത്രം ട്രോളുന്നത്? എനിക്ക് ഭയങ്കര ആരാധനയാണ്, ബഹുമാനമാണ്, അതുകൊണ്ട് ഞാൻ ട്രോളുന്നു. എനിക്ക് എന്താ കേരള പോലീസിനെ ട്രോളിക്കൂടെ? എന്നിട്ട് വേണം എന്നെ അടുത്ത് അകത്തിടാൻ. എന്താ നിന്റെ ഉദ്ദേശം? ഒരു മിനിറ്റ് സാറേ, എന്നെ ഓടിച്ചപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഇടത്തിന് സൈഡ് ഒന്ന് തിരിഞ്ഞാണ്, അങ്ങോട്ട് ലെഫ്റ്റ് സൈഡ്. കറക്റ്റ് നിറത്തിലെ ശാലിനി അല്ല. ഞാൻ ഓടിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കും. വീണ്ടും എനിക്കൊരു സംശയം. ഞാൻ ആലോചിച്ചത് ഈ ശാലിനി അജിത്തിന് ചോറും തരാതെ എറണാകുളത്ത് എന്നിട്ട് ഓട്ടിക്കുന്നത് കറക്റ്റ് സത്യം. നിറത്തിലെ ശാലിനി. അയ്യോ, അത് കേട്ടങ്ങ് സൂചിച്ച് നിൽക്കാണ്. അവൻ ട്രോൾ ചെയ്താണ്. അങ്ങനെയാണോ സാർ? താൻ എന്നെ നിറത്തിലെ ശാലിനി എടുത്തും കണ്ട എന്നെ അനിയത്തി പ്രവായിട്ട് കണ്ടാ മതി അല്ലേ? അല്ലെങ്കിൽ കേട്ടില്ല, അവളുടെ ചന്താമാമാരും ഒന്നും നല്ല ഇടിയാൻ കടിക്കും. മനസ്സിലായില്ല? ഏത് മാമാര്? ചന്തയില് പണിയെടുക്കണ മാമന്മാര് വന്നിട്ടേ നല്ല കുത്തുവന്ന്. ആരാ? നിന്നെ. എന്നെ? പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. എന്താണ്? എന്നെ ആർക്കും ഇടിക്കാൻ പറ്റുമോ? ഇടിച്ചാൽ ഏക്കുകയില്ല. ഞാൻ പ്രേം പൂജാരി കൊണ്ട് ആടിപ്പുള്ളി ഒരു ഏറസ് ജപിച്ച് കെട്ടിയിട്ടുണ്ട് പൊക്കളുടെ താടി സൈഡിൽ. തുടങ്ങി നിന്റെ അയ്യപ്പ കോയിലോ പൗലോ പൗലോ സാർ അങ്ങനെയല്ല. ഈ വായെ കൊള്ളാത്ത പടത്തിലൊക്കെ പോയി എന്തിനാണ് ചാക്കോച്ച മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്? അഭ്യാസം ഇത് മതി. അത് മതി. ഇപ്പൊ കുറച്ച് മെമ്മറി കാർഡ് തീർന്നതേ ഉള്ളു. സംഭവം കേട്ടു. അല്ല പിന്നെ ഈ പറ്റാത്ത പേരൊക്കെ ഈ പോലീസ് പഠിച്ചിട്ട് നിർത്തിക്കോട്ടെ നിന്റെ പരിപാടി. സാർ ചൂണ്ടാരി പുള്ളിയിലുണ്ട് പരിപാടി. എന്ത് പരിപാടി? ഭയങ്കര ചാറ്റിങ്ങിന്റെ ആളാണ് ഈ പുള്ളി. അനാവശ്യം പറയാൻ നിൽക്കരുത്. എന്ത്? ഇവിടെ ഞാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. കർമ്മ നിരതനായ ഒരു പോലീസ് ഓഫീസർ. ഭയങ്കര കർമ്മ നിരത. ഡ്യൂട്ടിയുടെ ഇടയിൽ കയറി ഭയങ്കര ചാറ്റിംഗ് ആണ്. ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ? എൽസമ്മ എന്നൊരു പെൺകുട്ടിയായിട്ട് ഇയാൾ ഭയങ്കര ചാറ്റിംഗ് ആണ്. അതല്ലല്ലോ ചേച്ചിയുടെ പേര്. അല്ല, എൽസമ്മയായിട്ട് ചാറ്റ് ചെയ്യണത് തനിക്കെങ്ങനെ? എനിക്കറിയാം. എങ്ങനെ? നന്നായിട്ടറിയാം. എങ്ങനെ? ഡ്യൂട്ടിയുടെ ഇടയിൽ ചാറ്റ് ചെയ്ത് എനിക്കറിയാം. തനിക്കെങ്ങനെ അറിയാം? ആ എൽസമ്മ എന്ന ആൺകുട്ടി എന്റെ ഫേക്ക് ഐഡിയ ആണ്. അത് ശരി. ഒരു ആണിന്റെ അടുത്ത് ചോദിച്ചത് പറയുന്നുണ്ടെന്ന് തോന്നരുത്. വളരെ മോശമാണ്. ഫാമിലിക്കുള്ള ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞ് എന്താ സംഭവിക്കും? വളരെ മോശം ചാറ്റിംഗ്. UK രാഹുൽ മേനോൻ അറിയാമോ? രാഹുൽ, അതെ അറിയാം. നിങ്ങൾ തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ടല്ലോ. മെയ്യിൽ എന്തോ ഒളിച്ചോടുള്ള പരിപാടി എന്നോ പറയുന്നുണ്ട്. അല്ല, അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞ? രാഹുൽ മേനോൻ എന്റെ ഫേക്ക് ഐഡിയ. ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം പ്ലീസ്. കഷ്ടം തന്നെ. രശ്മിക മന്ദാനായിട്ട് ചെറിയൊരു ബന്ധമുണ്ടോ? ബന്ധമില്ല. അവര് എന്തെങ്കിലും പ്രൊമോഷൻ ഒക്കെ ആയിട്ട് ദുബായിൽ വരുമ്പോഴൊക്കെ ഒരു മെസ്സേജ് അയക്കും. രശ്മിക മന്ദാനയ്ക്ക് ചാറ്റ് ചെയ്യാറുണ്ടല്ലോ. രശ്മിക മന്ദാന എന്റെ ഫേക്ക് ഐഡിയ. ഇവനെ കൊണ്ട് വെറുതെ ചുമ്മാ ഇവരെ പിടിച്ചകത്തിടണമെന്ന് ഞാൻ ആലോചിച്ചു. രശ്മി മന്ദാന ഇങ്ങനെ പച്ച മലയാളത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നു. ആ മലയാളത്തിൽ മെസ്സേജ് തിരിച്ചങ്ങ് അയക്കണല്ലോ നിന്ന് രാത്രി 12:30 1 മണിക്കൊക്കെ. അതെ, സത്യം പറ, നിനക്ക് എത്ര ഫേക്ക് ഐഡിയ ഉണ്ട്? ഫേക്ക് ഐ ഡി കുറെ ഉണ്ട്. പക്ഷെ എന്നാലും എന്നെക്കാളും മുമ്പേ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയ ഒരാളുണ്ട് ഇവിടെ. ഈ ഫേക്ക് ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും കേട്ട് തുടങ്ങിയല്ലേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയ ഒരാളെ പറ്റിച്ച ഒരാളുണ്ട് ഇവിടെ. ആരാണത്? നമ്മുടെ ചാക്കോച്ചൻ. എന്റെ തെളിവുണ്ട്. അതിന്റെ തെളിവുണ്ട്. കാണണോ? ചാക്കോച്ചനൊക്കെ അതിന്റെ ആവശ്യമില്ലല്ലോ. ആരും തങ്കപ്പോലത്തെ മനുഷ്യനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാവേ? തെളിവുണ്ട്. കാണണോ? ചാക്കോച്ചൻ കാണിച്ച ഫേക്ക് ഐ ഡി. എവിടെ മോഹിനി വർമ്മ? പറയടാ, മോഹിനി എവിടെ? നിങ്ങൾ അന്വേഷിച്ചെടുക്കുന്ന മോഹിനി ഈ നിൽക്കുന്ന സുദർശന. ആ കാലഘട്ടത്തില് ചൂഹിച്ചവളെ വരെ പറ്റിച്ച്. ചാക്കോച്ച എന്തുവാണ് ആദ്യം ബെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ വേറെ വഴിക്ക് റൂട്ട് ഇപ്പൊ ഫേക്ക് ഐഡിയ കൊണ്ടുവന്നേക്കോ? അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ സിനിമയിലല്ലേ, ഇത് നമ്മൾ സീരിയസ് ആയി എടുക്കാൻ പാടുണ്ടോ? സാർ, ഇപ്പൊ തന്നെ ഇവന്റെ ഫോട്ടോ നമുക്ക് എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടണം. അതെ, അതാണ് വേണ്ടത്. ഇവന് ആള് ശരിയല്ല, ഫ്രോഡാണെന്ന് പറഞ്ഞ് ഇവന്റെ ഫോട്ടോ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടാം. എന്റെ ഫോട്ടോ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിടും. നിങ്ങള്
ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞ് ചിരിപ്പിക്കല്ലേ എന്ന് പറ. നമ്മൾ സാധാരണ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടില്ലേ? വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കും. ആദ്യത്തെ ദിവസം 2 ദിവസം വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സന്തോഷം കാണും. അതും കറക്റ്റ് ചാക്കോച്ചന്റെ സിനിമയാണ്. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നതിന്റെ ആദ്യത്തെ ദിവസം ചാക്കോച്ചന്റെ പടം ദാണ്ട എന്റെ തെളിവുണ്ട്. ഞാൻ തന്നെ പിടിച്ചോ. പീലൊന്ന് ഞെക്ക്. ആ ഹലോ ഹലോ കറക്റ്റ്. ഹലോ 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 ഹലോ. ഇതാണ് ഫസ്റ്റ് ഡേ. എന്നിട്ട് ഒരു 1.5 മാസം കഴിയുമ്പോ ഈ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നുണ്ടോ എന്ന് പറയും നമ്മളൊരു നോക്കി നിപ്പുണ്ട്. അതുകൊണ്ട് പടത്തിൽ തന്നെ ചാക്കോച്ചന്റെ കണ്ടോ. ഇങ്ങനെ മെസ്സേജും ഇല്ലാതെ ആരും വരാതെ ഒരു ഹായ് ഇടാതെ ഇങ്ങനെ നോക്കി. ഇതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും അപ്പം മരിച്ച ഒരു ആദരാഞ്ജലി വരും. ആ നമ്മുടെ ഗ്രൂപ്പും സാർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇവന്റെ ഈ ലാപ്ടോപ്പിലാണ് മൊത്തം പ്രശ്നങ്ങളുള്ളത്. ഇവന്റെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്യണം. എന്തിനാ ലാപ്ടോപ്പ് ചെക്ക് സാറാ? എന്റെ ജീവിതമാണ് സാറേ അതിനകത്ത്. സാറല്ലേ കൊടുത്തേക്ക്. പാസ്വേഡ് എന്താ? പാസ്വേഡ് അത് തന്നെ മാഡം. ഓക്കെ. അടിച്ചു തുറക്കുമ്പോൾ തന്നെ ഓപ്പൺ ആവും. പിന്നെ പാസ്വേഡ് ഒന്നും വേണ്ട. സാറേ നോക്ക്, ഒത്തിരി ഫോൾഡേഴ്സ്. അതില് ചാക്കോച്ചിന് മൃഗസംരക്ഷണ വകുപ്പിന്റെ അവാർഡ്. സംസ്ഥാന അവാർഡാണ് കൊടുക്കണം. ആരാ കൊടുക്കണം? ചാക്കോച്ചന് മൃഗസംരക്ഷണ വകുപ്പിന്റെ അവാർഡ് ഞാൻ കൊടുക്കും. നീയാ? ഇരുവിട്ടെങ്കിലും ഞാൻ കൊടുക്കും സാറേ. എന്തിനാണ്? കാരണം ഏറ്റവും കൂടുതൽ മൃഗത്തിന്റെ പേരിൽ അഭിനയിച്ചാരാണ്? ചാക്കോച്ചനാണ്. ചാക്കോച്ചന്റെ സിനിമാ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അനിയത്തി പ്രാവ്, മയിൽപീലി കാവ്, പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും, കസ്തൂരി മാൻ, പഞ്ചവർണ്ണ തത്ത, നായാട്ട്, വേട്ട, ശിക്കാരി ശംഭു. എന്തിന്? ജമുന പേരി, നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക. അല്ല, അതിനകത്ത് ഒരു മൃഗത്തിന്റെ പേരില്ല. ഈ നരേന്ദ്രന്റെ മകനാണല്ലോ ജയകാന്തൻ. അതെ, പുള്ളി ലോൺ എടുത്ത് മേടിച്ചതാണ് ഈ ജമുന പേരി. 1 ലിറ്റർ പാല് ലിറ്റർ കറന്നു കഴിഞ്ഞാൽ ആട്ടുംപാൽ ആസ്മയ്ക്ക് നല്ലതാണ് സാറേ. കേട്ടിട്ടില്ലേ? അമ്മ സത്യം കുടിക്കണം. തീർന്നില്ല, അടുത്ത അവാർഡ് ഉണ്ട്. അടുത്ത അവാർഡോ? വസ്ത്രാഹങ്കാര അവാർഡ്. വസ്ത്ര അലങ്കാരമല്ല, അഹങ്കാരം. എങ്ങനെയാണ്? അഹങ്കാരമുണ്ട്. ഏതാണ്? വസ്ത്രം ഇടുന്നതിന് ഒരു പരിധിയില്ലേ? സാധാരണ ഒരു സിനിമ എത്ര മണിക്കൂറാണ്? 2.5 മണിക്കൂറേ ഉള്ള സിനിമ. ചാക്കോച്ചനാണ് വസ്ത്രാഹങ്കാരം കാണിച്ചത്. അനിയത്തി പ്രാവുന്ന സിനിമയിൽ 49 ഷർട്ടും 20 ടീഷർട്ടും ഉണ്ട്. തെളിവുണ്ട് എന്റെ കയ്യില്. തെളിവുണ്ട്. മേഡം ആ എക്സൽ ഒന്ന് ഞെക്കൂ. Sasarili mama papa rili mama papa nini mama papa nini sa 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 ni da pa ma ga re pa 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 mama pa 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 ma pa ni da pa ma ga re ga sa re ma pa 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 mama pa 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 ma pa sa ni da pa ma ga re ga sa ni sa re ma ga re ma pa ni da pa ma pa ni sa re ma ga re sa ni da pa ma ga re ma. സാധാരണക്കാരനെ ഒരു മനുഷ്യൻ ഇതിട നോക്കി 3 മാസം വേണം. പിന്നെ ഒരു തുണിക്കട പോലും ഇല്ലെന്ന് ഇത്ര ഷർട്ട്. എല്ലാവരും ഒന്ന് ആലോചിച്ചൊക്കെ ഒരു മനുഷ്യന്റെ അവസ്ഥ. ഇത് വസ്ത്രാഹങ്കാരം തന്നെയാണ്. ഒരു മിനിറ്റ് താനെന്തിനാണോ ചിരിക്കണത്? സീരിയസ് ആയിട്ട് ഒരാൾ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ താനെന്തിനാ ചിരിക്കണത്? അങ്ങനെ വഴക്ക് പറയേണ്ട കാര്യമില്ല. ചിലപ്പം സീരിയസ് ആയിട്ട് പറയുമ്പോൾ ചിരി വന്നാൽ നമ്മൾ ചിരിക്കും. അത് സ്വാഭാവികമാണത്. ചാക്കോച്ചനുണ്ട് അങ്ങനെ. എന്തെങ്കിലും സീരിയസ് ആയിട്ട് നടക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചിരിക്കും. തെളിവുണ്ട് മേഡം. വയ്യിലടിക്കും. ഇയാൾ എന്തിനാ ചാക്കോച്ചനെ പിടിക്കണത്? നോക്ക്, ഫാനാണല്ലോ. ആ പിന്നെ ഇവനെ കഷ്ണം കഷ്ടമായി വെട്ടി നുറുക്കാൻ നടക്കാണ് മിനിയുടെ 3 ആംഗ്ലമായി. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചിരിച്ചു പോവും. പിടിച്ചു നിർത്തൂല. നിഷ്കളങ്കമായ മനസ്സുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കണ്ടോ, ഈ വിറ്റ് കേട്ടിട്ട് നിങ്ങൾ ചിരിച്ചില്ല. തീർന്നില്ല. ലാപ്ടോപ്പിൽ ഇനിയും ഫോൾഡേഴ്സ് ഉണ്ട്. എന്താണ്? സോങ്സിന്റെ ഒരു ഫോൾഡർ. മേഡം അത് പ്ലീസ് അത് എന്റെ കഴിവാണ്. എന്റെ കഴിവാണ്. അത് ഓപ്പൺ ചെയ്യല് സാർ. ഇല്ല, അതറിയാം. അത് വേറെ അല്ല. ആ ഫോൾഡർ ഞാൻ ചാക്കോച്ചിന് വേണ്ടി ഞാൻ എഴുതിയ മനോഹരമായ ഒരു സോങ് ആണ്. മുമ്പേ വെച്ച് പാടാൻ പറ്റുന്നില്ല. ഞാൻ നീ ഒന്ന് പാട്, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. പുള്ളി പാടണമെന്നുണ്ട്. ചാക്കോച്ചിന് വേണ്ടി ഞാൻ എഴുതി. ഞാൻ പ്രശസ്ത കവി AR റഹ്മാൻ സംഗീതം ചെയ്ത പ്രഭുദേവയ്ക്ക് അതൊരു ചെറിയൊരു സാമ്യം വരും ഈ പാട്ടുമായിട്ട്. ഓ, ലിനു ചായ കുടിച്ചെങ്കിൽ ഒന്ന് മ്യൂസിക്കോ പിന്നെ പേടി. റിമി നാളെ കൊണ്ട് ഗാനമേളക്ക് പാടി കോടികൾ മേടിക്കോ എന്ന് സാറല്ല പൊട്ട്. പിന്നെ MG സാർ ഇരിക്കണോണ്ട് പോകില്ലെന്നൊരു ഉറപ്പുണ്ട്.
ചാക്കോച്ച ചാക്കോച്ച ചാച്ച ഞങ്ങളുടെ ചാച്ച അച്ഛാ ചാക്കോച്ച ചാച്ച ചാച്ച ഞങ്ങളുടെ ചാച്ച ശാലിനി വന്നാലെന്താ ജോമോള് പോയാലെന്താ ചാക്കോച്ചൻ എന്ന് സ്റ്റാറാ ചാക്കോച്ചൻ ഇന്ന് സ്റ്റാർ ചാച്ച ഞങ്ങളുടെ ചാച്ച കുഞ്ചാക്കോ ചാച്ച ഞങ്ങളുടെ ചാച്ച എന്തിനാടാ പുള്ളിനെ ചാച്ചാ ചാച്ചാന്ന് വിളിക്കുന്നത്? അതെ ഒരു മിനിറ്റ് മമ്മൂട്ടി നിങ്ങൾ എന്ത് വിളിക്കും? മമ്മൂക്ക, മോഹൻലാൽ നിങ്ങൾ എന്ത് വിളിക്കും? ലാലേട്ടൻ. അതുകൊണ്ട് ഞങ്ങളുടെ ചാക്കോച്ചനെ ചാച്ചാന്ന് വിളിച്ചുകൂടെ നിങ്ങൾക്ക്? കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ സ്നേഹത്തോടെ ചാച്ചാന്ന് വിളിക്കാം. വിളിക്കും. ചാക്കോച്ച നോബി. അല്ലേ ചാച്ച? ഓ വിളിക്കാം, വേറെ പാട്ടിലും വിളിക്കാം. ചാം ചച്ച ചൂം ചച്ച ചുമരിച്ച കോച്ച. എത്ര പാട്ട് ഞാൻ തുടങ്ങി വെച്ചതേ ഉള്ളൂ. ഇനി ഇങ്ങനെ പാട്ട് ചാക്കോച്ച ബർത്ത്ഡേക്കൊന്നും പ്രിയാരംഭെന്ന് പാടി ഷൈൻ ചെയ്യല്ലേ ഈ പാട്ട്. നമ്മൾ ഒരു വിധം എഴുതിക്കൊണ്ട് വന്നേക്കാണ് കേട്ടോ. അത്രേ ഉള്ളു പറയുള്ളൂ. അതെ, ആ? എന്നാ നമുക്ക് കേട്ടാ പോവാം. എങ്ങോട്ട് പോവാം? ഞാൻ ചാക്കോച്ചന്റെ ഫ്രണ്ടിൽ പാടി. എനിക്കിത് ഉത്തരം മതി. എന്നാലും ചാക്കോച്ചന്റെ ഫ്രണ്ടിൽ പാടി അത് റിലീസ് ചെയ്തല്ലോ. ഇല്ലല്ലോ, എനിക്കത് മതി. എത്ര അല്ല, നിന്റെ പാട്ട് ചാക്കോച്ചന്റെ മുമ്പിൽ റിലീസായി. പക്ഷെ നിന്നെ ആര് റിലീസാക്കോ? അവിടെയാണ് പ്രശ്നം. ആര് റിലീസ്? എന്നെ അവിടെ കൊണ്ടുപോകണം. നിന്നെ ഞങ്ങള് കസ്റ്റഡി എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊണ്ടുപോകണം. എന്നെ ആ കൊണ്ടുപോയ 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇറങ്ങും. അങ്ങനെ ചാക്കോച്ചൻ കരുന്ന റിസീവ് ഇപ്പം വരും എന്നെ വിളിക്കുക. നിന്നെ ജാമ്യത്തിൽ ഇറക്കലല്ലേ ചാക്കോച്ചന്റെ പരിപാടി? പോടാ അവിടുന്ന്. ഇറങ്ങൂലേ ഇല്ല. ചാക്കോച്ച? ഇല്ലേ? വഴിക്ക് പോവല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ടുപോകല്ലേ? ആ, ഒരു 200 ബംഗാളി കഥ മലയാളത്തിലേക്ക് പിഷാരടിക്ക് കൊടുത്ത പുള്ളി ഇറക്കിയല്ലോ ചിലപ്പോൾ. എടാ പുള്ളി ആ ബംഗാളി കഥകളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ അതുണ്ടാക്കാൻ നിക്കല്ലേ? ബാങ്ക് അപ്പം പോവാ. ഞാൻ ജയിലിൽ തന്നെ. ജയിലിൽ തന്നെ. സാരമില്ല, ജയിലിലായാലും 2 ദിവസം കഴിയുമ്പോൾ ചാടാലോ ജയിലിൽ നിന്ന്. അതെങ്ങനെ? ഞാൻ ചാടും. ജയിലിൽ ആടിയിട്ട് എന്ത് ചെയ്യണം? ഞാൻ ജയിലിൽ ചാടിയിട്ട് ഞാൻ മഞ്ജു വാര്യരുടെ വീട്ടിൽ ഡ്രൈവറായിട്ട് ജോലിക്ക് കയറും. അതിന് നിനക്ക് ഡ്രൈവിംഗ് അറിയാമോ? നമ്മളിപ്പം സാർ അറസ്റ്റ് ചെയ്ത് എന്നെ എങ്ങനെയാണ് കൊണ്ടുപോകണം? ജീപ്പിൽ കൊണ്ടുപോകും. എന്നെ ആ സമയത്ത് പഠിപ്പിച്ചത് 5 മിനിറ്റ് കൊണ്ട് ഞാൻ പഠിക്കും സാറേ. ഈ സെറ്റ് സത്യം പഠിപ്പിക്കാടാ. സാർ പഠിപ്പിച്ചില്ലേ? പിന്നെ പഠിപ്പിക്കുന്ന നിന്നെ ഞാൻ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് കുട്ടനാടൻ മാർപ്പം. അതാടാ സത്യം ശിവം സുന്ദരായത് എല്ലാം ശുഭമായി. വേണവിടെ ചാക്കോച്ചം പ്രാഗി അല്ലെങ്കിൽ വിഷു നിങ്ങളെ റെഡി കിട്ടുമോ സാറേ?